ഓക്കെ, എല്ലാരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് മോഡിൽ നിങ്ങൾ ഇരിക്കുക. എന്റെ വോയിസ് ക്ലിയർ അല്ലേ അജീബ? ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. യു ക്യാൻ ക്ലോസ് യുവർ ഐസ്. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. നട്ടെല്ല് നിവർന്നിരിക്കാം. നിങ്ങൾക്ക് ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. സ്ലോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രീത്ത് ഇൻ ചെയ്യാം. ജസ്റ്റ് 1 2 3 4 എന്നുള്ള ഒരു കൗണ്ടിൽ നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ ചെയ്യാം. സ്ലോലി ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്. ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. നിങ്ങളുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. ഒരു തണുപ്പ്, ഒരു കൂൾ, നല്ല തണുത്ത ശ്വാസം നിങ്ങളിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. ആ തണുപ്പ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ആ തണുപ്പിലൂടെ ഒരുപാട് പോസിറ്റീവ് എനർജികൾ, പോസിറ്റീവ് തോട്ട്സുകൾ, നിങ്ങൾക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബ്രീത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ആ തണുപ്പ് ഫീൽ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ളിലുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് അല്ലെ, ആ ബ്ലെസ്സിങ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് താങ്ക് യു പറയാം. ഈ ഒരു ബ്രീത്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചതില് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട്, ഗോഡിനോട് താങ്ക് യു പറയാം. നിങ്ങളുടെ ഒരു ഹെൽത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്ററിനോട് താങ്ക് യു പറയാം. നിങ്ങൾക്ക് ഉള്ളിലുള്ള ഒരുപാട് എനർജി ഉണ്ട്, പോസിറ്റീവ് സൈഡ്സുകൾ ഉണ്ട്. ഓരോ കാര്യത്തിനോടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാത്തിനോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് താങ്ക് യു. നിങ്ങളുടെ ഹംദ്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അഗെയിൻ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Slowly breathe in, breathe out, breathe in, breathe out, breathe in, breathe out. മെല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണുകൾ തുറക്കാം. കണ്ണുകൾ തുറന്ന് ജസ്റ്റ് നിങ്ങളോട് തന്നെ ഒരു താങ്ക് യു പറയാം. ജസ്റ്റ് ഒരു സെൽഫിനോട് ഒരു ലവ് യു പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും ക്യാമറ മോഡിൽ വരാം. നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗസ്റ്റിനെ വളരെ അടിപൊളിയായിട്ട് തന്നെ വെൽക്കം ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ക്യാമറ മോഡിൽ വരാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാരും ക്യാമറ മോഡിൽ വരണേ. നമ്മളുടെ ടൈം കുറച്ച് നേരത്തെയാണ്. നമ്മളുടെ ഗസ്റ്റിന്റെ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളിത് നേരത്തെ ആക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റ്, ആളുടെ പേര് ബൃങ്കന എന്നാണ്. ആളൊരു ജേർണൽ
കോച്ചാണ്. ആളുടെ ഒരു ബുക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആളൊരു സ്റ്റുഡന്റ് ആണ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സ്റ്റുഡന്റ് ആണ്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് ഡെയിലി ലൈഫ് റുട്ടീന് അല്ലെ, ജേർണലിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജേർണലിങ് എഴുതുക, ഒരു ഡേ റുട്ടീൻസ് എഴുതുക. നമ്മുടെ ലൈഫിന്റെ ഒരുപാട് ചേഞ്ചസ്, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ജേർണലിങ്ങിലൂടെ, അല്ലെങ്കിൽ ലൈഫ് റുട്ടീൻസ് ഒരു എന്താ പറയാ, ഒരു റുട്ടീൻ ആയിട്ട് നമ്മൾ ലൈഫ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾ ആയിട്ടുള്ള ചേഞ്ചസും ഒരുപാട് ടേണിംഗ് പോയിന്റ്സും നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ജേർണൽ റൈറ്റിംഗ് അല്ലെ. പല രീതിയിലുള്ള ജേർണൽ റൈറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്ന് ജേർണലിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് വിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും, ഷുവർ ആണ്. അപ്പം ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഓൾ മൈ ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് I'm so happily welcome our journal coach Bringana. Bringana, thank you so much, and I'm handovering you to. Thank you so much, Shafana ma'am. Thank you. First of all, thanks to Sharon ma'am. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് സന്തോഷം. കുറെ പേര് വീഡിയോ മോഡിലുണ്ട്. അതുപോലെ ഈ ഒരു ടൈം എന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. സോ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാം പറഞ്ഞത് തന്നെയാണ്, എന്റെ പേര് ബ്രിങ്കന. ഞാൻ ഇപ്പൊ ഒരു 3rd year സ്റ്റുഡന്റ് ആണ്. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജി ആണ് പഠിക്കുന്നത്. എന്റെ വീട് കോഴിക്കോടാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിഷിലാണ് പഠിക്കുന്നത്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും അല്ലെ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഡെയിലി ചെയ്യുന്ന ആൾക്കാർ. സൂപ്പർ. ഇനിയും ഉണ്ടാവുമല്ലോ. ഓക്കെ, അടിപൊളി. സോ നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അതുപോലെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ജേർണൽസ് ഉണ്ടെന്ന് നേരത്തെ ഇപ്പൊ മാം പറഞ്ഞു. സോ അങ്ങനത്തെ ജേർണലിനെ പറ്റിയിട്ടും അതുപോലെ അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, സോ എന്താണ് ബേസിക്കലി എന്താണ് ജേർണലിംഗ്? ആർക്കെങ്കിലും ഒരു ബ്രീഫായിട്ട് പറയാൻ പറ്റുമോ? എന്താണ് ജസ്റ്റ് ജേർണൽ? നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ആകുമ്പം നോർമലി നമ്മൾ കാണുന്നത് ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ജേർണലിസ്റ്റ് ആണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. ജേർണലിസ്റ്റുകളാണ് ജേർണൽ ചെയ്യുക എന്നുള്ളൊരു തോട്ട് കേരളത്തിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പം ജേർണൽ എന്ന് പറയുമ്പോഴത്തേക്കും പലരും എൻ്റെ അടുത്ത് ജേർണലിസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. സോ ജേർണൽ എന്താണെന്നുള്ളത് ഒന്ന് ഒരു ചെറിയ വാക്കുകളിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആരുമില്ലേ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ ജേർണലിംഗ് എന്ന് പറയുമ്പം, ഈസി ആയിട്ട് പറയുമ്പം, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള് വളരെ പ്ലെയിൻ ആയിട്ട് നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ഒരു കാര്യം പറയാണ്. അപ്പം എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഒരു പോയിന്റില് ആള് ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാം. ഇപ്പം നമ്മള് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ഭയങ്കര എക്സാജറേറ്റ് നമ്മൾ സങ്കടമൊക്കെ പറയുമ്പം ഇടയ്ക്ക് വെച്ചിട്ട് അവര് നിന്റെ പ്രശ്നം കൊണ്ടല്ലേ അത് എന്നുള്ളൊരു തോട്ട് ചിലപ്പോ വന്നേക്കാം. പക്ഷേ നമ്മളൊരു പേപ്പറിന്റെ അടുത്താണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ തലയിലുള്ള ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു തെറപ്പി മെത്തേഡാണ് ജേർണലിംഗ്. സിംപ്ലി സെയിങ്, നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് എഴുതി മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. അതിൽ ഒരു ജേർണലിംഗ് ആണ് ഇപ്പൊ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അതിൽ നമ്മുടെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എഴുതി വെക്കുന്ന ഒരു സ്പേസ് ആണ് അവിടെ. അത് എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ലെവൽ ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് ലെവൽ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം അല്ലെ? അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ജേർണൽസ് ഉണ്ട്. ആൻ ഫ്രാങ്കിന്റെ ഒരു വേർഡാണ്, പേപ്പർ ഇസ് മോർ പേഷ്യന്റ് ദാൻ പീപ്പിൾ. ആൾക്കാരെക്കാട്ടിലും കൂടുതൽ
ഇപ്പൊ പേപ്പേഴ്സിന് നമ്മളെ കേട്ടിരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് പറയാനും നമുക്ക് എപ്പോഴും ലിസണറിനെയാണ് വേണ്ടത്, നമ്മളെ കേട്ടിരിക്കാൻ ഒരാളെ വേണം. ആ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട്ണറായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണ് പേപ്പർ. സോ ജേർണലിസ്റ്റിന്റെ ടൈപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു തെറപ്പി ടെക്നിക്കാണ് ജേർണൽ. ഒരു വൺ ഓഫ് ദി ടൈപ്പ് ഞാൻ പറയാം. പണ്ട്, അതായത് ഞാൻ മുമ്പ് ഡയറി ഒക്കെ എഴുതുന്ന സമയത്ത് അന്ന് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചിത്രമൊക്കെ വരച്ചിട്ടൊക്കെ എഴുതുമായിരുന്നു. അന്ന് ഞാൻ എന്താ ആർക്കും കത്തരുത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. പക്ഷെ പിന്നീട് ജേർണലിങ്ങിനെ പറ്റിയിട്ടും അതിനെപ്പറ്റി കുറെ ഇങ്ങനെ പഠിച്ചു പോയപ്പോഴാണ് അതിന് വിഷ്വൽ അഥവാ ഇല്ലസ്ട്രേഷൻ ജേർണൽ എന്നൊക്കെ പറയാന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പൊ അവിടെ നമ്മൾ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തിട്ടും നമ്മൾ പിക്ചേഴ്സ് കൊണ്ട് വരച്ചിട്ടും നമ്മുടെ കാര്യങ്ങള് ചിത്രം രൂപത്തിലേക്ക് ആക്കിയിട്ട് അവിടെ എഴുതുകയാണ്, അല്ലെങ്കിൽ അവിടെ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഡ്രോയിങ് ആണെങ്കിലും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് ഹീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. കാരണം ഡൂഡ്ലിംഗ് ഒക്കെ ചെയ്യുമല്ലോ, നമ്മൾ ബോറടിക്കുമ്പം വരയ്ക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെ, ഹീലിംഗ് മീൻസ് നമുക്ക് റിലാക്സ്ഡ് ആവാൻ വേണ്ടി പറ്റും, നമ്മളൊന്ന് കാം ആവും, റൈറ്റ്? അങ്ങനെ ഒരു വിഷ്വൽ അഥവാ ഇല്ലസ്ട്രേഷൻ ജേർണൽ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാം. പിന്നെ ബുള്ളറ്റ് ജേർണൽ, ബുജോ എന്നൊക്കെ കേട്ട് നമ്മള് പർച്ചേസ് ചെയ്യുമ്പോൾ കാണാം ബുജോ. അത് ബുള്ളറ്റ് ജേർണൽ ആണ്. ബുള്ളറ്റ് ജേർണൽ മീൻസ് ഡോട്ട് 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 ആയിരിക്കും ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബുള്ളറ്റ് ജേർണൽ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? കുറെ കുത്തുകളുണ്ട്. ദാറ്റ്സ് ഓൾ. ഒരു പ്ലെയിൻ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. വളരെ കുത്തുകളാണ്, ഭയങ്കര കുഞ്ഞു 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 കുത്തുകളാണ്. നമ്മൾ നോർമലി ഇവിടെ നമ്മൾ കാണുന്ന ബുക്സ് ഒക്കെ അധികം ഒന്നെങ്കിൽ പ്ലെയിൻ ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ ആയിരിക്കും, അല്ലെ? അപ്പൊ ഇത് കുഞ്ഞു ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ കുത്തുകളായിരിക്കും ഉണ്ടാവാം. സോ എല്ലാവരും എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതിന്റെ ഈ ജേർണൽസിൽ ഡോട്ട്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം അതിന്റെ ഒരു മെയിൻ വൺ ഓഫ് ദി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട്സ് ആവുന്ന സമയത്ത് നമുക്കിപ്പം ഫുള്ളി ലൈൻ ആണ്. അപ്പൊ ആ ലൈൻ ഉള്ളൊരു പേജിൽ നമുക്ക് വരയ്ക്കാൻ പാടായിരിക്കും. അതുപോലെ എഴുതാൻ ഈസി ആയിരിക്കും, പക്ഷെ നമുക്ക് വരയ്ക്കാൻ പാടായിരിക്കും. ഇപ്പൊ ലൈൻ വരയ്ക്കാനാണെങ്കിലും നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ബുള്ളറ്റ് ജേർണലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൽ വരയ്ക്കാം, ലൈൻ വരയ്ക്കാൻ ഈസിയാണ്, എഴുതാൻ ഈസിയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ബുള്ളറ്റ് ജേർണൽ മീൻസ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിന്റെ ഒരു ബണ്ടിൽ ഓഫ് ബുക്കാണ്. പക്ഷെ ഇതില് നമ്മൾ തന്നെയാണ് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത്, അതായത് പ്ലാനർ ആണെങ്കിൽ അത്, അതുപോലെ ജേർണലിങ്ങിനുള്ള സ്പേസ് ആണെങ്കിൽ അത്, അങ്ങനെ നമ്മൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഒരു വൺ ഓഫ് ദി വളരെ രസമുള്ളൊരു ജേർണലാണ് ട്രാവൽ ജേർണൽ. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുവാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എപ്പോഴും ട്രിവാൻഡ്രം ടു കോഴിക്കോട്, കോഴിക്കോട് ടു ട്രിവാൻഡ്രം യാത്ര ചെയ്യുന്ന ഒരാളാണ്. പല ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ ആ ഒരു ടൈമിൽ കാണും. ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ കാണുന്ന കാഴ്ചകളും നമ്മൾ കാണുന്ന ആൾക്കാര്, അവര് ചിലപ്പോൾ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവും. ഒരിപ്പോ 4 ഹവേഴ്സിന്റെ ആണെങ്കിൽ, ഈവൻ 1 മണിക്കൂറിന്റെ യാത്ര ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതൊക്കെ വളരെ ഇമോഷൻസ് ഒക്കെ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു യാത്രയിൽ നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, കാര്യങ്ങള് നമുക്ക് ഇപ്പൊ നമ്മളെ യാത്ര കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമുക്കത് മറന്നു പോകും, അല്ലെ? ആ ഒരു ദിവസം എന്തായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു ജേർണൽ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജേർണിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലെസൺസ്, കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസസും കുറെ കാലം കഴിയുമ്പോഴും അത് നമ്മുടെ അടുത്തൊരു അസറ്റ് ആയിട്ട് കിടക്കും. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫില് ഓൾവേസ് അത് സ്റ്റേ ചെയ്യും, റൈറ്റ്? അപ്പൊ അങ്ങനെ ഒരു ജേർണലിംഗ് ചെയ്യുന്നത്, അപ്പൊ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ജേർണലിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നേച്ചർ ജേർണലാണ്. യാത്ര ചെയ്യാത്തവരാണ്, വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നേച്ചർ ജേർണൽ. നമ്മൾ ശരിക്കും നേച്ചറില് എന്താ ഇത്രമാത്രം, നമ്മളിപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ എപ്പോഴും നേച്ചറിന് ഒരുപാട് പൊക്കാറില്ലേ? നേച്ചറിന് കിട്ടുന്ന കുറെ കാര്യങ്ങളിലെ നമ്മൾ ഒരുപാട് വാവ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളില്ലേ, അതിനെയൊക്കെ വർണ്ണിച്ച് എഴുതുക, റൈറ്റ്? അപ്പൊ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ കലാകാരി ഒക്കെ ചിലപ്പോൾ പുറത്തിറങ്ങും. അത്രയും ഇപ്പൊ മിക്കവർക്കുള്ളൊരു പ്രശ്നമായിരിക്കും, എഴുതാൻ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ടൈം ഇരുന്ന് എഴുതില്ല,
അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ഇറങ്ങി പോണ പോലെ, അല്ലെങ്കിൽ നമ്മുടെ തലയിലുള്ള ഭാരങ്ങൾ കുറേ പോകുന്ന പോലെ തോന്നും. അപ്പൊ ബൈ ടൈം നമ്മൾ റിലാക്സ്ഡ് ആവും, നമ്മള് ഈ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അങ്ങനെ ഉള്ളൊരു ടൈപ്പ്, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 4 ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫുഡ് ജേർണൽ ആണ്. ഇപ്പൊ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം, ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കഴിച്ചപ്പോഴുള്ള നമ്മുടെ ഫീലിംഗ്, കാര്യങ്ങള്, നമ്മുടെ ഹാപ്പിനെസ്, അത് ഇപ്പൊ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത എഫേർട്ട്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പൊ അതൊക്കെ എഴുതുമ്പം ജസ്റ്റ് നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ സാധിക്കും. റൈറ്റ്? ഇപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ടൈപ്പ് ഓഫ് ജേർണൽസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പം ഇത് മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് ജേർണൽസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ബേസിക്കലി എന്താ, ജേർണലിന് പ്രത്യേകിച്ച് ഒരു റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല. നമ്മുടെ കാര്യം നമുക്ക് പറയാൻ തോന്നുന്ന ഒരു സ്പേസിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റൈറ്റ്? ഇവിടെ ജസ്റ്റ് വേണ്ടത് ഒരു പെന്നും ഒരു ബുക്കും മാത്രമേ ആവശ്യമുള്ളൂ. അത് പക്ഷെ സംതിങ് സ്പെഷ്യൽ ആയിരിക്കണം. നമുക്ക് ആ പെന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം, ആ നമ്മൾ എപ്പോഴും ജേർണൽ എഴുതുന്ന സ്ഥലം നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയാ, നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച്, ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആൽഫ മ്യൂസിക് ഒക്കെ വെച്ച്, നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ അന്ത പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ഹാപ്പി ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടും, അതുപോലെ തന്നെ ഇപ്പം എന്ത് വിഷമാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്? അപ്പൊ അതാണ് ബേസിക്കലി ജേർണലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. സോ ഇതിലിപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ, നമുക്ക് എഴുതാൻ സമയമില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളവർക്കും പറയുന്ന ഒരു വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ജേർണലാണ് 1 ലൈൻ എ ഡേ. ഒരു ദിവസം ഒരു ലൈൻ എഴുതുക. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ദിവസത്തിനെ നമ്മൾ ഒരു ലൈൻ ആക്കി മാറ്റാണ്. നമ്മൾ ശരിക്കും ജസ്റ്റ് ഒരു ലൈൻ എഴുതി വിടാന്ന്, പക്ഷെ ആ ഒരു കംപ്ലീറ്റ് ഡേ, അപ്പോഴേക്കും നമ്മൾ ശരിക്കും ഓക്കെ ഫുള്ള് കുറെ എഴുതുന്നത് നല്ലതെന്ന്. പക്ഷെ ഈ ഒരു ഡേനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഡേന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു, നമ്മൾ കാമ്പ് എന്നൊക്കെ പറയില്ല, അത്രയ്ക്കും സ്മോൾ ആക്കിയിട്ട് ഒരു ലൈൻ ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ 1 ലൈൻ എ ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. വേറൊരു രീതിയിൽ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് ജേർണൽ ഉണ്ട്. നമ്മള് ജസ്റ്റ് എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഒരു 5 മിനിറ്റ്സ് അങ്ങനെ എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഇന്നത്തെ എന്റെ ഡേന്റെ ഇന്റൻഷൻ എന്താണ്, ഇന്ന് ഞാൻ രാവിലെ എണീക്കുന്നത് ഒരു പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നത്, അല്ലെ? അപ്പൊ രാവിലെ എണീറ്റിട്ട് ഇപ്പൊ ഇവൻ ബെഡിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ന് ഞാൻ എന്തിനാണ് എണീക്കുന്നേ, അതിന്റെ റീസൺ എന്താണ്. നമ്മളെ ഓരോ ദിവസവും രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ്, അല്ലെ? വലിയൊരു ബ്ലെസ്സിങ് ആണ്. പലർക്കും അത് പറ്റാറില്ല. ഇപ്പൊ രാത്രി കുറെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ കിടക്കാൻ പോയാലും നെക്സ്റ്റ് ഡേ എണീറ്റോളം ഒരു നിർബന്ധമില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കുന്നത് എന്തെങ്കിലും ഒരു പർപ്പസ് കൊണ്ടാണ്. ആ പർപ്പസ് എന്താണ് എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് എഴുതാം. പിന്നെ നെക്സ്റ്റ് വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇരിക്കുക, ആ ഒരു ഡേനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാം. ജസ്റ്റ് നമ്മളോട് ചോദിക്കാം, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അന്നത്തെ ദിവസം പ്രശ്നങ്ങളും ഫുള്ള് ലൈക് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഓടി വരാം. ഫസ്റ്റ് തന്നെ പറയാം, കുഴപ്പമില്ല, കഴിഞ്ഞു, ലീവ് ദാറ്റ്, അത് പ്രശ്നമില്ല, നമുക്ക് സെറ്റ് ആക്കാം, അത് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് എഴുതി തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു, അതെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അപ്പോഴാ മനസ്സിലാവുക. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മള് വളരെ പുറത്ത് നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളിൽ കിടന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ട്രിഗർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിനെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്തോണ്ടായിരിക്കും. പക്ഷെ വൺസ് നമ്മളത് എഴുതി തുടങ്ങുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിൽ നേരെയുള്ള കാര്യം പെന്നിലൂടെ വരികയാണ്. ആ ടൈമിന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും,
ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ ഇതിനെ ട്രിഗർ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ ഇതെന്നെ ഒരു രീതിയിൽ അത് എഫക്ട് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് എഴുതി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവാം. ഓക്കെ, പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റാം. രാവിലെ എണീറ്റിട്ട് 3 pages, 3 പേജ് നിറയെ എന്താണോ തോന്നുന്നത് അത് ഫുള്ള് എഴുതി വെക്കാം. ഇതിലിപ്പം എല്ലാം നിങ്ങൾ ചെയ്യണം എന്നല്ല, ഒരു ടൈപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ടൈമിനനുസരിച്ചിട്ടും നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടും ഒക്കെ നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം. അപ്പൊ മോർണിംഗ് പേജസ് നമുക്ക് രാവിലെ ഒക്കെ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 പേജസ് ഒക്കെ ഒരു ദിവസം എഴുതാം. 3 പേജ് നിർത്താതെ വളരെ ഇതായിട്ട് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ആ ഡേനെ പറ്റിയിട്ട് നമുക്ക് എഴുതാം. ഇന്നത്തെ ഡേ എന്താ ചെയ്യാൻ പോണേ, നമ്മുടെ പ്ലാൻസ് എഴുതാം, നമ്മുടെ ഐഡിയാസ് എഴുതാം, നമ്മുടെ ഗോൾസ് എഴുതാം, അന്ന് ഡേ എന്താണ് നമ്മുടെ ഇന്റൻഷൻ, ഇതൊക്കെ നമുക്ക് എഴുതാം. പക്ഷെ 3 പേജസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും ഇത്രയും സമയം ഞാൻ വെറുതെ ആക്കുകയാണല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ വെറുതെ അല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ ജേർണലിംഗ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ കിട്ടും. ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് നമ്മൾ തിരിച്ച് ആ ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈമിന് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിലും പിന്നെ എന്താ, നമുക്ക് മിക്കപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അത് വേണ്ട. നെക്സ്റ്റ് മോർണിംഗ് പേജസിനെ പറ്റിയിട്ട് പറയാം. മോർണിംഗ് പേജസ് നമ്മൾ പറഞ്ഞു 3 പേജസ് ജസ്റ്റ് രാവിലെ എഴുതുക. കംപ്ലീറ്റ് ആയിട്ടും എന്താണോ നമ്മുടെ ഇന്റൻഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡേനെ പറ്റിയിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്യണത് അത് എഴുതുക. ഓക്കെ, അപ്പൊ അത് എഴുതുമ്പോൾ മേ ബി ഫസ്റ്റ് ലൈനൊക്കെ, ആദ്യത്തെ ഒരു ലൈനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, എനിക്ക് അറിയില്ല എന്താ എഴുതണ്ടേ, എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എഴുതുന്നുണ്ടാവാം. പിന്നെ അത് വന്നോളും. നമ്മള് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങോട്ട് എഴുതുക. ഞാൻ എഴുതും എന്ന് വിചാരിച്ച് എഴുതുക, പക്ഷെ അതിന് പ്രത്യേകിച്ച് മീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓൾ ടുഗെദർ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, അതിനെന്തെങ്കിലും ഒരു നമ്മളുടെ അടുത്ത് പറയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അതുപോലെ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്ക് കുറെ ഇൻറ്റ്യൂഷൻസ് കിട്ടും. തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് ഒക്കെ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അത് ചെയ്തൊരു പോയിന്റിലേക്ക് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഫ്ലാഷ് പോലെയൊക്കെ ആയിരിക്കും കത്തുന്നുണ്ടാവുക. പെട്ടെന്ന് ഓക്കെ, അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ എന്തായാലും ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ചുമ്മാതാണ്, നമുക്ക് ഓർമ്മയെ ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ആ സമയത്ത് ഞാൻ എന്തോ എന്ന് വിചാരിച്ചിട്ടുണ്ടായല്ലോ. പക്ഷെ എനിക്ക് ഇപ്പൊ മൈ ജേണിന്റെ കാര്യമാണെങ്കിൽ വൺസ് ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുമ്പോൾ ഞാൻ എഴുതി വെക്കും. പെട്ടെന്ന് ഫ്ലാഷ് ആയിട്ട് പോണ കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്തുനിന്ന് കോഴിക്കോടേക്ക് പോയി. അപ്പൊ 10 മണിക്കൂർ യാത്രയാണ്. ക്ഷീണിച്ച ഒരു വിധമായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് ഒരു നീണ്ടൊരു കുളിയുണ്ട്. ലൈക്ക് നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിയിട്ട് എല്ലാ ഇങ്ങനെ പ്രഷർ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഇല്ലാത്ത ഐഡിയകളൊക്കെ വരുന്ന ഒരു ടൈമാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2021 ആയിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കുളിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് കത്തിയതാണ്, ഒരു ജേർണൽ നിനക്ക് ലോഞ്ച് ചെയ്താൽ എന്താ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് എന്തായാലും പെന്നും പേപ്പറും ഒന്നും കിട്ടത്തില്ല, എവിടെ എഴുതി വെക്കാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ അമ്മനെ നേരെ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാനൊരു ജേർണൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതായിരുന്നു ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ടായത്. സോ ഞാൻ അപ്പം അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ എനിക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ എനിക്ക് ഉറപ്പാണ് മറ്റു ഞാൻ എന്തായാലും മറന്നു പോകുന്നുള്ള കാര്യം എനിക്ക് 100% ഷുവർ ആണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നീടാണ് അമ്മയോട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞാൻ 2023 ലോഞ്ച് ചെയ്യുന്നായിരുന്നു പറഞ്ഞത്. 2021 ഞാൻ പറഞ്ഞു 2023 ഒക്കെ ആകുമ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യും. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ചോദിച്ചു, നിനക്കെന്താ ഈ വർഷം ലോഞ്ച് ചെയ്താൽ? അപ്പോഴാണ് ഞാൻ ഓക്കെ എന്താ ലോഞ്ച് ചെയ്താൽ. പിന്നെയാണ് ഞാൻ റീതിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഈ വർഷം ലോഞ്ച് ചെയ്യാമല്ലോ, ഇനിയും ഉണ്ട് ഒരു 6 മാസം കൂടെ എന്നൊക്കെയുള്ള രീതിയിൽ തിങ്ക് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടായത്. സോ ഞാൻ പറയട്ടെ, ലൈഫിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ച് ചെയ്തത്
ആ ഒരു ടൈമിന് എനിക്ക് കിട്ടിയ ഇൻറ്റ്യൂഷൻ ആണ്. ഇപ്പൊ എന്റെ അടുത്ത് സ്റ്റുഡൻസ് ഒക്കെ നമ്മളിപ്പോ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിലൊക്കെ പോണ സമയത്തും കുട്ടികളൊക്കെ ചോദിക്കും, ചേച്ചി കുറച്ച് ടിപ്സ് തരുമോ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് കത്ത എന്തെങ്കിലും ഐഡിയ, ആ ഐഡിയ പിടിച്ചോളാം, അതിൽ തൂങ്ങി പിടിക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽസ് ആണ്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള സാധനം നമുക്ക് പറഞ്ഞിരുന്നത് സ്പേസ് ആണത്. പ്രത്യേകിച്ചും ഈ ഡിജിറ്റൽ കാലത്ത് നമ്മൾ എപ്പോഴും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ആയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ TV, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാനോ അവിടെ നിൽക്കാനോ അത് എൻജോയ് ചെയ്യാനോ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. ഇപ്പൊ നമ്മള് ഈവൻ വാഷ്റൂമിലൊക്കെ കയറുമ്പോഴേ പലർക്കും ഐഡിയാസ് ഒക്കെ ഉദിക്കുക, ബിക്കോസ് നമ്മളപ്പോ വേറൊരു പണിയും ചെയ്യാതെ. പക്ഷെ ഇപ്പം അധികം ആൾക്കാരും വാഷ്റൂമിലടക്കം ഫോണും കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയട്ടെ, ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമുക്ക് ഐഡിയാസും, ഇപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യാം, അതെങ്ങനെ ഹയർ ലെവലിൽ കൊണ്ടുപോവാം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് വരും. സോ അത് ഒരു ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്. എന്തായാലും എല്ലാവരും തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു മെഡിറ്റേഷൻ ബുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജേർണൽ, അല്ലെങ്കിൽ നോർമലി നിങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു ബുക്കിലാണെങ്കിൽ അതിൽ തന്നെ എഴുതി വെക്കാം. എന്തൊക്കെ തോട്ട്സ് ആണോ വരുന്നത്, എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ ഈ മെഡിറ്റേഷൻ കഴിയുമ്പോൾ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ എഴുതി വെക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷൻ അഥവാ ഗോൾ ജേർണൽ. നമുക്ക് ഉള്ള ഗോളിനെ പറ്റിയിട്ട് എന്നും ഒന്ന് ചോദിക്കാം നമ്മുടെ അടുത്ത്. നീ ഇങ്ങനെ കുറെ ഗോൾസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, നീ അതിപ്പോ എവിടെ എത്തി നമ്മൾ ഒരു ദിവസം നമ്മുടെ അടുത്ത് ചോദിക്കാണ്. നെക്സ്റ്റ് ഡേ നമ്മള് ഒന്ന് ചിന്തിക്കും, ഓക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇന്ന് രാത്രി ഞാൻ എനിക്ക് എന്റെ അടുത്ത് ആൻസർ ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. ശരിക്കും എഫക്റ്റീവ് ആണ്. നമ്മള് ഇപ്പം ഒരു വെയിറ്റ് ലോസ് ജേർണി ആണെന്ന് വിചാരിക്കും, നമ്മൾ ഇന്ന ദിവസത്തിനുള്ളിൽ ഇതാക്കും എന്ന് വിചാരിക്കുമ്പം അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എഴുതുമ്പോൾ ഫുള്ള് ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല കാര്യം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ 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 നമ്മൾ എഴുതുമ്പോ ഒക്കെ എഴുതും, ഞാൻ എന്ത് ചെയ്തില്ല, വർക്കൗട്ട് ചെയ്തില്ല, എന്താ നീ വർക്കൗട്ട് ചെയ്യാഞ്ഞേ. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കാം, എന്താ നീ ചെയ്യാഞ്ഞേ, മടി കാരണം. ഓക്കെ സൂപ്പർ, മടിയാണെങ്കിൽ നാളെ നീ ചെയ്യോ. ഇതൊക്കെ നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ, ചോദിക്കുക, ആൻസർ പറയാ, പിന്നെ ചോദിക്കുക, ആൻസർ പറയാ, ഇതൊക്കെ എഴുതുക. എഴുതി കഴിയുമ്പോ നെക്സ്റ്റ് ഡേ നമുക്ക് ഓക്കെ ഇത് ഞാൻ ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഏറ്റവും നമ്മുടെ ഹീലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണലാണ് ബേൺ ചെയ്യുക അല്ലെങ്കിൽ ടിയർ ചെയ്ത് കളയുന്നത്. അത് അറിയുമായിരിക്കും. ആർക്കെങ്കിലും അറിയോ ടിയർ ചെയ്യുന്നേ? ഐ തിങ്ക് അറിയേണ്ടതാണ്. ജേർണൽ എഴുതിയിട്ട് നമ്മള് കത്തിച്ച് കളയുമല്ലോ. ഇപ്പൊ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ നമ്മള് ഓർത്തിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ട്രബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ കടന്നു ഇപ്പൊ ഒരു ദിവസം മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ പ്രശ്നങ്ങളായിരുന്നുണ്ടെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യണ കാര്യമാണ്, നിർബന്ധമായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ള ഒരു കാര്യമാണ് എഴുതുക. ആ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് എഴുതുക, അത് എന്തുകൊണ്ടാണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. പിന്നെ നമുക്കിങ്ങനെ വരും, പിന്നെ നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കും, നമുക്കിങ്ങനെ ഉത്തരം വരും. അത് എഴുതി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കാൻ കൂടെ ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാവും. അത് ഓക്കെ ഞാൻ മറക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ കഷ്ണം മുറിച്ച് കളയാം, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കളയാം. അപ്പൊ നമുക്കിങ്ങനെ എന്താ നമ്മള് നെഞ്ചുമല ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് സാധനം എടുത്ത് എറിയില്ലേ, ആ ഒരു ഫീല് കിട്ടും. ആ ഒരു ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ചുപേര് അങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിപ്പോ എന്താ സംഭവിക്കാൻ പോണേ, ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ച് എന്താ നടക്കാൻ പോണേന്നായിരിക്കും വിചാരിക്കാം. പക്ഷെ ഇറ്റ് ഇസ് ട്രൂത്ത്. നമ്മള് തലേന്നുള്ള ഒരു സാധനം എടുത്ത് കളയുന്ന ഒരു സന്തോഷമായിരിക്കും. അതുപോലെ അത് ഞാൻ ലാസ്റ്റ് പറയാം, ബ്രെയിൻ ഡംപ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ ഈ ഫ്രസ്ട്രേഷനും ഓവർവേമിങ്ങും ഒക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പിന്നെ വിഷൻ ആൻഡ് ഗോൾ ജേർണലിൽ നിർബന്ധമായിട്ടും ഇന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ് ആയിരിക്കും. രാവിലെ നീറ്റ് ഉടനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് റിവ്യൂ ചെയ്താൽ മതി, ഇന്ന് ഞാൻ ചെയ്തോ ഇല്ലയോ, അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെയാണ് ക്ലാസിക്കൽ ആയിട്ടുള്ള ജേർണലിംഗ്. അത് ഇപ്പൊ പറഞ്ഞൊക്കെ ഒരു ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ്, നമ്മുടെ ഹീലിംഗിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ജേർണലാണ്. പിന്നെ നമ്മളെ റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ജേർണൽസും ബേസിക്കലി ചെയ്യുന്നത് റിഫ്ലക്ഷൻ തന്നെയാണ്.
നമ്മളുമായിട്ട് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യുന്നുണ്ടാവാം. സോ ഹീലിങ്ങിന് വേണ്ടിയിട്ടും ജേർണലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിപ്പോ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ഭയങ്കര ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുവരെ ഇൻ ദ സെൻസ് നമുക്കിപ്പം നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആണ് നമുക്ക് ഓക്കെ ആണെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എല്ലാ ദിവസം വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജേർണലിങ്ങിലൂടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. നമ്മുടെ ഓവറോൾ മൂഡൊക്കെ സൂപ്പർ ആക്കാനും അതുപോലെ തന്നെ ഒരു സെൽഫ് അവയർനെസ് കൂട്ടും. അതായത് ഓക്കെ, ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്, ഇതൊക്കെയാണ് എന്റെ പ്രശ്നം, ഇതൊക്കെ ചെയ്താൽ ഞാൻ ശരിയാവും, ഇതൊക്കെ ചെയ്താൽ എന്റെ ലൈഫിൽ ഒരു റൂട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു അവയർനെസ് കിട്ടും. നമ്മളൊരു ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണലിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും, ബിക്കോസ് മെമ്മറി ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നൈറ്റ് ആകുമ്പം മോർണിംഗ് തൊട്ടുള്ള കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ പവർ ഒക്കെ കൂടും, റൈറ്റ്? പിന്നെ നമ്മൾ എന്ത് വഴിയിലൂടെയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കുറെ കൊല്ലത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ഞാൻ ഈ ഒരു പാത്തിലൂടെയാണ് വന്നേ എന്നുള്ളതിനെ പറ്റി റിയലൈസേഷൻ കിട്ടും. ഓക്കെ, സോ ഇത് എങ്ങനെ എഴുതണം, ഹൗ ടു റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്ന പോലെ അതിന്റെ സ്പെല്ലിംഗ് അറിയാലോ, WRITE. ഇത് ഒരു അബ്രിവേഷൻ ഫോം ആണ്. അപ്പൊ അതിന്റെ ഫുൾ ആയിട്ട് പറയുമ്പോൾ W സ്റ്റാൻഡ്സ് ഫോർ വാട്ട് ഡു യു വോണ്ട് ടു റൈറ്റ് അബൌട്ട്. റൈറ്റിന്റെ W എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് എഴുതണ്ടേ, എന്തിനെ പറ്റിയാണ്. അപ്പം ഈസി ആയിട്ട് ജേർണലിംഗ് എഴുതാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു വോണ്ട് ടു റൈറ്റ് അബൌട്ട്. നിങ്ങൾക്ക് എന്തിനെ പറ്റി എഴുതാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്താണ് ഇപ്പൊ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ്ലി W വെച്ച് പറയുന്നത്. സോ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അതിന്റെ ആൻസർ സീക്ക് ചെയ്യാം. ഗോട്ട് ഇറ്റ്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, അതിന് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം, എന്നിട്ട് അതിനെ റിവ്യൂ ചെയ്യാം, റിഫ്ലക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടതിന് ശേഷം ഒന്ന് നമ്മളുമായിട്ടൊന്ന് റിവ്യൂ ചെയ്യാം, എന്താണ് എനിക്ക് തോന്നണേ എന്നുള്ളത്. അതിനൊന്ന് കണ്ണടച്ചിട്ട് നല്ല പോലെ ഒരു 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം എഴുതി തുടങ്ങാം. എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഐ ഫീൽ ലൈക്ക്, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത്, എനിക്ക് ഈ ഒരു ടൈം, ഈ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. ആദ്യം നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യാം, നമ്മളോട് തന്നെ ഒന്ന് കണക്ട് ചെയ്യാം, ഡീപ്പ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുക, നന്നായി ബ്രീത്ത് എടുക്കുക, എന്നിട്ട് എഴുതാം. എന്നിട്ട് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിംഗ് എന്നാണ്. അത് എന്താണ് എഴുതിയത് എന്നുള്ളത് നമ്മളിനി മുറിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഇത് എഴുതിയ കാര്യം വായിച്ചിട്ട് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തും. ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഞാൻ എന്താണ് എഴുതിയത് എന്നുള്ളത് നമ്മൾ റീറീഡ് ചെയ്തിട്ട് ഓക്കെ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പിന്നെ T4 ടൈം യുവർ സെൽഫ്. ഇപ്പൊ നമ്മള് ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടൈം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ മേലൊരു ഡേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാം, ടൈം ഞാൻ എപ്പോഴും എഴുതുന്നതെന്ന് എഴുതാം. എന്നിട്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ടൈമർ ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ ടൈമിന്റെ ഉള്ളിൽ ഞാൻ എഴുതുക എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ അതാണ് ടൈം യുവർ സെൽഫ് എന്നുള്ളത്. ദെൻ എക്സിറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എൻഡ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നല്ലോ, ഇങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു നോക്കി, എന്നിട്ട് അതിന്റെ ഒരു കൺക്ലൂഷൻ എഴുതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ മാറ്റിയാലേ ഞാൻ ശരിയാവുള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് വരും. ഇതാണ് സംഭവം. ഈസിയാണ്. ആദ്യം ജസ്റ്റ് എഴുതി തുടങ്ങുക, പിന്നെ അത് ആ ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. എന്നിട്ട് അവസാനം ഓക്കെ ഇതാണ് വായിച്ചിട്ട്, ഇതാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ സോൾവ് ആക്കാം എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ എത്തിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് മെത്തേഡ്. അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, നിങ്ങളുടെ ജേർണൽ നിങ്ങളുടെ മാത്രം സ്പേസ് ആണ്. ഒരാൾക്കും അതിൽ കയറാനുള്ള അവകാശം കൊടുക്കരുത്. അത് അത്രയും സെക്യൂർഡ് ആയിട്ടും സേഫ് ആയിട്ടും
നിങ്ങളുടെ ഒരു സ്പേസിൽ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. എന്നാലേ നമുക്ക് ഈസി ആയിട്ടും നാച്ചുറൽ ആയിട്ടും എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാരെങ്കിലും നോക്കും അല്ലെങ്കിൽ ഇതാരെങ്കിലും വായിക്കും എന്ന് നമുക്ക് തോന്നുന്ന സാധനത്തിൽ നമ്മൾ ഒരിക്കലും നാച്ചുറൽ ആയിട്ട് എഴുതില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പറയില്ല. ഓക്കെ, അപ്പൊ അത് എപ്പോഴും ഒരു വേണമെങ്കിൽ ഒരു പ്രിക്കോഷൻ, ഇത് തൊട്ട് കഴിഞ്ഞാൽ കൈ വെട്ടും എന്നൊക്കെ എഴുതി വെച്ചോ, ആരും തൊടാൻ വേണ്ടി സമ്മതിക്കരുത്. അങ്ങനത്തെ ഒരു സേഫ് പ്ലേസിൽ എപ്പോഴും വെക്കാം. പിന്നെ സ്റ്റാർട്ടിങ്ങില് ഒരു എൻട്രൻസ് മെഡിറ്റേഷൻ വെക്കാം, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം, എന്നിട്ട് എഴുതാം. അപ്പം പ്രോബ്ലംസ് ആണെങ്കിലൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എപ്പോഴും ആ ഒരു സ്പേസ്, മെഡിറ്റേഷന്റെ സ്പേസ് ആണെങ്കിലും ജേർണലിങ്ങിന്റെ സ്പേസ് ആണ്, അതൊക്കെ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിരിക്കണം. അത് അത് കുറച്ചുകൂടി രസമായിരിക്കും അങ്ങനത്തെ ഒരു സ്പേസ് ആകുമ്പോൾ. അങ്ങനത്തെ ഒരു സ്പേസിൽ ചെന്നിരുന്ന് ജേർണലിങ് ചെയ്യാൻ രാവിലെ നമ്മൾ കുറച്ച് സമയം ജേർണലിങ്ങിന് വേണ്ടിയിട്ടും സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഡേറ്റ്, നിർബന്ധമായിട്ടും ഡേറ്റ് ഇടാം. പിന്നെ റൈറ്റ് ക്വിക്ലി, സ്പീഡിൽ എഴുതിപ്പോ. സ്പീഡിൽ എഴുതുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്ത് എഴുതാതെ എന്താണോ പെന്നിൽ വരുന്നത് ജസ്റ്റ് പെന്ന് മൂവ് ചെയ്തോണ്ട് നിൽക്കട്ടെ. പെന്ന് മൂവ് ചെയ്യുമ്പോൾ എന്താണോ വരുന്നത് അത് പെന്നിന് കൂടെ വരണം. നമ്മൾ തിങ്ക് ചെയ്തിട്ട് ഞാൻ ഇതാണ് എഴുതാൻ പോണെന്ന് വിചാരിച്ച് എഴുതുന്നതല്ല, പകരം പെന്ന് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. തുടങ്ങുക, അതുപോലെ അങ്ങോട്ട് എഴുതി പോവാം. എന്താണോ ഉള്ളത് അതുപോലെ എഴുതി പോവാം. പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് ട്രൂത്ത്ഫുൾ ആവുക, നമ്മള് ഫേക്ക് ആയിട്ട് എഴുതാണ്ട് നിൽക്കാം. എന്താണോ നമുക്ക് ഉള്ള കാര്യങ്ങൾ അത് വളരെ ട്രൂത്ത് ആയിട്ടും സിൻസിയർ ആയിട്ടും എഴുതാൻ വേണ്ടി നോക്കാം. പിന്നെ ഈസി ആയിട്ട് എന്താ ഒരു ഡ്രാമാറ്റിക് അല്ലാതെ ഈസി ആയി നാച്ചുറൽ ആയിട്ട് എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കലി ജേർണലിങ്ങിനെ പറ്റി പറയണേ. അപ്പൊ ഇതിന് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജേർണലിൽ ആഡ് ചെയ്യാം. ഇപ്പം ടു ഡു ലിസ്റ്റ് ആഡ് ചെയ്യാം, ആ ഒരു ഡേ പ്രിപ്പയർ ചെയ്യുന്നത് ആഡ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താ പ്ലാൻ ചെയ്യാൻ പോണെന്ന് ആഡ് ചെയ്യാം, ഹാബിറ്റ് ട്രാക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ആ ഒരു ഒരൊറ്റ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആയിരിക്കും. എനിക്ക് ആക്ച്വലി ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൈ ജേർണി എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടായത്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു മൈ ജേർണി. ഞാനത് ജസ്റ്റ് കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ബ്രെയിൻ ഡംപ്. ബ്രെയിൻ ഡംപ് ഐ തിങ്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമുക്ക് ചില സമയങ്ങളിൽ ഇപ്പം കുറേ കാര്യമുണ്ട്. മേ ബി ഒരു നെയിൽ കട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് സെമിനാർ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ വരെ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പൊ കുഞ്ഞു കാര്യം തൊട്ട് വലിയ കാര്യം വരെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം യൂഷ്വലി സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാണ്ടിരിക്കും. അപ്പൊ ഒന്നും നമ്മൾ എഴുതി വെക്കണില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന കാര്യം, നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ മിക്കപ്പോഴും ഞാൻ കേൾക്കുന്ന കാര്യമാണ്, കുറെ കാര്യം ചെയ്യേണ്ടത് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയും. അത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബ്രെയിൻ ഡംപ്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മള് ഈ കുഞ്ഞു 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 കാര്യങ്ങൾ തൊട്ടിട്ടുണ്ടാവും. ഇതിന്റെ റീസൺ മെയിൻ ആയിട്ടും നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വരും. അല്ലെങ്കിൽ നമ്മള് ചെറിയ കാര്യം തൊട്ടിട്ട് വലിയ കാര്യം വരെ എന്ന് പറഞ്ഞല്ലോ, ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് ആണ്. ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നീ ചെയ്യേണ്ട കാര്യമാണ്, റൈറ്റ്? അപ്പൊ അത് ബ്രെയിന് ടാസ്ക് ആയതുകൊണ്ട് ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് അത് വെക്കണം. നമ്മൾ ശരിക്കും കുഞ്ഞു കാര്യങ്ങളാണുള്ളത്, പക്ഷെ ഈ കുറെ കാര്യങ്ങൾ വരുമ്പം ഒരു ഓവർഫ്ലോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ കവിഞ്ഞൊഴുകൂലേ, അപ്പോഴാണ് നമുക്ക് ഈ ഓവർവേമിങ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ ചിലപ്പോൾ പോയി കിടക്കൊക്കെ ചെയ്യും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കൊക്കെ ചെയ്യും. ആ സമയത്ത് കിടക്കല്ല വേണ്ടത്, പകരം ബ്രെയിൻ ഡംപ് ചെയ്യാം. ഓക്കെ, ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത് ഇരിക്കുക, എന്നിട്ട് നമ്മൾ പറയാം, ഓക്കെ കൂട്ടാ ഈ പറ നിനക്ക് എന്തൊക്കെയാ പ്രശ്നമുള്ളത്, നിനക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളത്. കുഞ്ഞു കാര്യങ്ങൾ തൊട്ടിട്ട് എഴുതാൻ തുടങ്ങും. നമ്മൾ അപ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലേ. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ബ്രെയിനിനെ കുറ്റം പറയാൻ പറ്റില്ല, അത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ലൈക് ഡ്രസ് വെച്ചാലും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയായിരിക്കും. അപ്പം ഇതൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് ഏർജന്റ് ആയിട്ടുള്ള കാര്യം തൊട്ടിട്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഏർജന്റും അല്ല.
നീ എപ്പോഴെങ്കിലും ആയിട്ട് ചെയ്താൽ മതി എന്നുള്ള കാര്യം വരെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തതിന് ശേഷം അപ്പൊ നമുക്ക് ഓക്കെ ഒരു 3 കാര്യമൊക്കെ ആയിരിക്കും നമുക്ക് ഏർജന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ചെയ്ത് തീർക്കേണ്ട അത്ര കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടാണ്ട് ഓക്കെ ഇത് ഇനി ഇത്ര ടൈമിനുള്ളിൽ ഞാൻ ഇത് ചെയ്താൽ മതി. ആ ഒരു രീതിയിലേക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ്, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ചാറ്റ് ബോക്സിൽ എന്തോ ഡൗട്ട് കണ്ട പോലെ. ബ്രെയിൻ ഡംപ് എന്താ ചോദിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ബ്രെയിൻ ഡംപ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇതില് നമ്മള് നമ്മുടെ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളെ ഡംപ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക ചെയ്യുന്നത്. കുഞ്ഞു ടാസ്കുകളും എല്ലാ ടാസ്കുകളും ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. എന്നിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. ഏർജന്റ് ആണ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. പക്ഷെ അതുപോലെ തന്നെ ഏർജന്റ് അല്ല ഇമ്പോർട്ടന്റും അല്ല, ആൻഡ് ഏർജന്റ് അല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇതില് ഏർജന്റ് ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് ചെയ്യാം. അതപ്പൊ ചെയ്യാം. ബാക്കിയുള്ളത് പിന്നെ ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ അത് അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ബ്രെയിനിന് കൊടുക്കുമ്പോൾ അതിന് ഈസി ആവും. കാര്യം ഇത്രേ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു കാര്യം വരും. അതാണ് ബ്രെയിൻ ഡംപ്. പിന്നെ ലൈക് ബേസിക്കലി ബ്രെയിൻ ഡംപ് തന്നെയാണ് ഈ ജേർണലിംഗ് എല്ലാം. നമ്മുടെ തലയിലുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു സ്ഥലത്തേക്ക് ഡംപ് ചെയ്യുന്നതാണ്. എല്ലാ ജേർണലിംഗിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ബ്രെയിൻ ഡംപ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഷെഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് കയറാന് കരുതിയത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പറഞ്ഞൊന്നും കേട്ടില്ല. ആണോ? ഇത് തരാട്ടോ. അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഞാന് ജസ്റ്റ് മൈ ജേർണി ഒന്ന് ഞാൻ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. ലൈക്ക് ജേർണലിന്റെ ഒരു കുറച്ച് ടൈപ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്, മൈ ജേർണിയിൽ വരുന്നുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണേ. സോ ഇതാണ് മൈ ജേർണി. ഇതിൽ സൺഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ്. അതിന് പുറമെ സൂര്യനെ നോക്കി നിൽക്കുന്ന ഒരു ഫ്ലവർ ആണ്. ഡാർക്കർ ആയിട്ടുള്ള ക്ലൗഡ്സിനെ ഒഴിവാക്കിയിട്ട് ബ്രൈറ്റർ ആയിട്ടുള്ള സൂര്യനെ നോക്കി നിൽക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങളിനെ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കണം മൈ ജേർണി. ഡാർക്കർ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് മൈ ജേർണി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പേജിൽ വരുമ്പോൾ ജേർണി ഓഫ് നമ്മുടെ പേരും ഡെസിഗ്നേഷനും വരുന്നു. ഓക്കെ, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മൾ ഭാവിയിൽ നമ്മുടെ പേരിന്റെ താഴെ വരണം എന്ന് ആഗ്രഹിക്കുന്ന പേരുകൾ ഉണ്ടാവില്ലേ? ലൈക്ക് ട്രെയിനർ, ലൈഫ് കോച്ച്, അങ്ങനെ നിരന്ന് പിടിച്ച സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ പേരിന് മുമ്പിൽ ഇപ്പൊ ഒരു ഡോക്ടറേറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഓക്കെ ഒരു 10 വർഷത്തിന് ശേഷം എന്റെ പേരിന്റെ കൂടെ ഇതൊക്കെ ഉണ്ടായ കൊള്ളാം
എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കോട്ടാണ് അത്. വിഷൻ ബോർഡ് ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാമെന്ന്. നമ്മുടെ ഗോൾസിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. റൈറ്റ്? നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഗോൾ ആയിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മുടെ ലൈഫിൽ അച്ചീവ് ആവുമ്പോഴല്ലേ അതിന്റെ രസം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗോളിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ വളരെ നമുക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നണം എനിക്കത് കിട്ടി, അങ്ങനെ തോന്നണം. അങ്ങനെ തോന്നുന്ന ചിത്രങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നോ അതൊക്കെ കളക്ട് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ഇത് കളക്ട് ചെയ്തിട്ട് ഫോണിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രിന്റ് ഔട്ട് ആണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ മാഗസിൻ കിട്ടുക മാഗസിൻ എടുക്കുക. നമുക്കിത് കാണുമ്പോൾ പക്ഷെ തോന്നണം ഇത് ഞാൻ മേടിച്ചെടുത്തിട്ടേ പോകും, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് തോന്നണം. അങ്ങനത്തെ റെസനേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് കളക്ട് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് കോഡ്സ് ആഡ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഓക്കെ ഇത് ചെയ്യണം എന്ന് തോന്നാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു പേജാണ് വിഷൻ ബോർഡ് എന്നുള്ള ഒരു പേജ്. പിന്നെ ഉള്ളത് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൽത്ത്, ഹെൽത്ത്, സ്പിരിച്വൽ, അൾട്ടിമേറ്റ് നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ അഭിലാഷം എന്നൊക്കെ പറയണ പോലെ ഞാൻ എന്റെ ഇന്നിപ്പോ ഞാൻ ജീവിക്കണത് എന്തോ ഒരു പർപ്പസ് കൊണ്ടാണല്ലോ. അപ്പം അതെന്താണ് എന്നുള്ളതും അതുപോലെ എല്ലാം റിലേഷൻഷിപ്പ് ആണെങ്കിലും ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം വെജീസ് ആവും, അല്ലെങ്കിൽ ഞാൻ പ്രഷർ കൺട്രോൾ ചെയ്യും, ഷുഗർ കൺട്രോൾ ചെയ്യും, അങ്ങനെ വെയിറ്റ് കൺട്രോൾ ചെയ്യും, വെയിറ്റ് എത്രയാക്കും, അങ്ങനെ എന്തോ ആവാം. ഓക്കെ. പിന്നെ സ്പിരിച്വൽ ഗോൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ബേസ്ഡ് ആയിട്ട് അപ്പം ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ എന്നും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഇപ്പം പ്ലേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇന്ന പള്ളിയോ അല്ലെങ്കിൽ ഇന്നൊരു വേർഷിപ്പിന്റെ സ്പേസ് ഞാൻ വിസിറ്റ് ചെയ്യും. അങ്ങനെ ഉള്ള രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വെൽത്ത് ഗോൾ എന്ന് പറയുമ്പോൾ ഓൾവേസ് പൈസ റിലേറ്റഡ് ആയിട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ അത് മേ ബി ഇന്നൊരു പാർട്ട് ടൈം ജോബും കൂടെ ഞാൻ കൊണ്ടുവരും, അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്കത് ആഡ് ചെയ്യും. പിന്നെ കരിയർ ഗോൾ എന്ന് പറയുമ്പോൾ അതിപ്പം ജോലി ചെയ്യുന്നവർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. കരിയറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാനുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വർഷത്തെ ബെസ്റ്റ് എന്താ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ നമുക്ക് കരിയർ ഗോളിൽ ഇടാം. പിന്നെ അൾട്ടിമേറ്റ് ലൈഫ് ഗോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള്. പിന്നെ റിലേഷൻഷിപ്പ് ഗോൾ ആണ്. നമ്മുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പം ചിലവരടുത്ത് നമുക്ക് ഫുഗീവ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് അവരുടെ അടുത്ത് ക്ഷമിക്കാനേ പറ്റുന്നില്ല, അപ്പൊ അവർക്ക് ക്ഷമിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ ചെറുപ്പത്തിലെ എത്ര ഫ്രണ്ട്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, അവരെ ഞാൻ വിളിക്കും, അങ്ങനെ എന്തും ആവാം. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഫാമിലി പ്ലാനിങ് ആവാം, ഇപ്പം മക്കളുടെ കാര്യത്തിലുള്ള എന്തെങ്കിലും ആവാം, അങ്ങനെ എന്തും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് ആണ്. ബെസ്റ്റ് മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബ്ലെസ്സിങ്സും അച്ചീവ്മെന്റ്സും ഒക്കെ എഴുതി വെക്കാം. നമുക്കപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം ഇരിക്കും കാണാം. എന്റെ ജീവിതത്തെ പോലെയുള്ള ഒരു വൃത്തികെട്ട ജീവിതം ആർക്കും ഇല്ല എന്നായിരിക്കും നമ്മൾ ഒരു കൺക്ലൂഷൻ കൊണ്ടുവരാം. അപ്പോ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണിത്. ഇവിടെ നമുക്ക് നമ്മൾ നല്ല മൂഡിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ അച്ചീവ്മെന്റ്സും എഴുതി വെക്കാം. ഒരു വൃത്തികെട്ട സമയം വരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് വായിക്കാം. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ദിസ് ടു ഷാൾ പാസ്, ഇതും കടന്നു പോവും എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടും. റൈറ്റ്? ഇത്രയും അച്ചീവ്മെന്റ്സും ഇത്രയും സംഭവമൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കടന്നു പോകും എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലെങ്കിലും ഇത് എവിടെയെങ്കിലും ആയിട്ട് എഴുതി വെക്കണം. ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എപ്പോഴും അപ്സ് തന്നെ ആയിരിക്കില്ലല്ലോ, അപ്സും ഡൗൺസും ഉള്ളൊരു ജീവിതമാണ് നമ്മുടെ. അപ്പം ഡൗണിലെത്തുമ്പോൾ നമ്മൾ അപ്പിലുള്ള കാര്യങ്ങളൊക്കെ കാണാം, എന്നിട്ട് അപ്പിലെത്തുമ്പോൾ ഓക്കെ അത് എൻജോയ് ചെയ്യാം. റൈറ്റ്? പിന്നെ വരുന്നത് ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസ് ആണിത്. ഇവിടെ നമ്മുടെ അഡ്രസ് എഴുതാം. ഇപ്പോഴത്തെ അഡ്രസ് അല്ല, നമ്മളൊരു 10 വർഷത്തിന് ശേഷം എവിടെ ഉണ്ടാവും എന്നുള്ള അഡ്രസ്സാണ് എഴുതുന്നത്. ചിലർ ദുബായിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും, ചിലർ അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുണ്ടാവും, ചിലർ നമ്മൾ പുതിയൊരു വീടെടുത്തിട്ട് വേറെ സ്ഥലത്ത് സെറ്റിൽ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ നമുക്ക് കുറെ ഡ്രീംസ് ഒക്കെ കാണില്ലേ. അപ്പം ആ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു അഡ്രസ് ഒക്കെ എഴുതിയിട്ട് നമുക്കൊരു ലെറ്റർ എഴുതാണ്.
ഇവിടെ എഴുതണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിന് ഒരു ലെറ്റർ. 10 വർഷത്തിന് ശേഷം നമ്മുടെ സെൽഫ് എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കാം. അപ്പം ഒരു പ്രായമൊക്കെ നമുക്കറിയാം, ആ പ്രായത്തിലുള്ള ഞാൻ എന്തായിരിക്കും എന്ന് നമുക്കൊരു നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഊഹം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് എഴുതുകയാണ്. ഓക്കെ, ഡിയർ ബ്രിങ്കന, എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ ഇത് അച്ചീവ് ചെയ്യുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായില്ല. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ തുള്ളിച്ചാടാനൊക്കെ തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതുക. മേ ബി ഒരു അച്ചീവ്മെന്റ് വന്നതിനാവാം, അല്ലെങ്കിൽ നീ ഇന്നൊരു കാര്യം നേടിയതിനാവാം, അല്ലെങ്കിൽ വിശേഷം ചോദിച്ചുകൊണ്ടുള്ളതാവാം, എന്താണെങ്കിലും നമുക്ക് തന്നെ ഒരു ലെറ്റർ എഴുതാം. ഇത് എഴുതി കഴിയുമ്പോൾ കൊള്ളാം ഇത് നമുക്ക് തോന്നും. അതുപോലെ ഈവൻ 2 വർഷത്തിന് ശേഷം നമ്മൾ ഈ പേജ് എടുത്ത് നോക്കിയാലും രസമായിരിക്കും. ഒരു രസം തോന്നും നമുക്ക്. നമ്മൾ എത്രത്തോളം ഇവോൾവ് ആയി, നമ്മൾ എത്രത്തോളം വളർന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് മൈ ഡിയർ വൺസ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വലിയൊരു റോൾസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്യാം, അത് ഒട്ടിക്കാം. ജസ്റ്റ് ഫോട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പേരെഴുതൂ. പേരെഴുതിയിട്ട് അതിന് താഴെ അവർ ചെയ്തു തന്നിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ എഴുതാം. സോ ഇത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. നമുക്ക് ഇനി ജീവിക്കണം, അല്ലെങ്കിൽ ഇനി നമുക്ക് സൂപ്പർ ആക്കാനുള്ളതാണെന്നുള്ളൊരു മോട്ടിവേഷൻ ആണ് ഇത് തരുന്നത്. അതിന് പുറമെ എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ വരും. ഓക്കെ, പിന്നെ ഇത് ബുക്സും അതുപോലെ തന്നെ വാച്ച് ലിസ്റ്റുമാണ്. ഈ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 90 ഡേയ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിൽ 90 ഡേയ്സിന്റെ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഇപ്പം വായിക്കാൻ പോകുന്ന ബുക്കുകൾ എഴുതാം, എനിക്ക് വായിച്ചു കഴിഞ്ഞ ബുക്കുകൾ എഴുതാം. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്ര ബുക്ക് വായിക്കുന്നു എന്നുള്ളത് എഴുതാനുള്ള സ്പേസ് ആണ്. അതുപോലെ പ്ലേലിസ്റ്റ് ആൻഡ് വാച്ച് ലിസ്റ്റ്. നമുക്ക് ഒരു മോശം സമയം വരുമ്പം നമ്മള് പാട്ടുകളൊക്കെ കേട്ടൊന്നിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് ശോകഗാനങ്ങളല്ലാതെ ഒരു പാട്ട് നമുക്ക് ഓർമ്മ കിട്ടിയതല്ല. ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ പ്ലേലിസ്റ്റ് ആൻഡ് വാച്ച് ലിസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടിരിക്കാനും, അതുപോലെ തന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ടൈമിന് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ പ്ലേലിസ്റ്റ്. നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പിന്നീട് നമുക്ക് ആലോചിക്കും, ഓക്കെ ഇതായിരുന്നില്ല എന്റെ അന്നത്തെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. പിന്നെ ഏതൊരു ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മള് ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഭംഗിയാ കാണാൻ. പക്ഷെ അവര് ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു സ്റ്റേജിൽ കൂടെ പോയിട്ടാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആവുന്നത്. സോ നമ്മളാണെങ്കിലും ഭയങ്കര ഒരു ഹാർഡ് ടൈമിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബട്ടർഫ്ലൈ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരിയഡ് ആണത്. അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം, അതിൽ നിന്നുള്ള ലെസൺസ് പഠിക്കാം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനൊരു ഇപ്പം ഉള്ള ബട്ടർഫ്ലൈസ് എല്ലാവരും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ പോയിട്ടുള്ളവരാണ്. സോ വർക്ക് ഹാർഡ്. ഈ ഹാർഡ് ടൈമിലൂടെ പോയാലും ഫൈനലി ഒരു ബട്ടർഫ്ലൈ ആവും. സോ ആ ഒരു ഹോപ്പില് വേണം നമ്മൾ പോവാൻ വേണ്ടിയിട്ട്. ഹാർഡ് ടൈംസ് ഒക്കെ വരും പോകും, അതിൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ്ലി അൺഡേറ്റഡ് ആണ്, നമുക്ക് ഒരു പേജ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ നമുക്ക് മന്തിന്റെ പേര് എഴുതാം, ഡേറ്റ്സ് ഇടാം, ഏത് മന്തിലാണോ നിങ്ങൾ യൂസ് ചെയ്യണം ആ മന്തിന്റെ ഡേറ്റ്സ് ഇടാം, ഗോൾ സെറ്റ് ചെയ്യാം, എന്തെങ്കിലും നോട്ട് കാര്യങ്ങളൊക്കെ എഴുതാം. ഇതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, പീരിയഡ്സിന്റെ ഡേറ്റ്സ്, അത് ഇറഗുലർ ആയിട്ടുള്ളവർക്ക് പീരിയഡ്സിന്റെ ഡേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. പിന്നെ ഇപ്പം ലൈക്ക് ആനിവേഴ്സറി, ബർത്ത്ഡേസ്, നമ്മൾ മറന്നു പോകുന്ന കുറെ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതി. പിന്നെ സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റിലൊക്കെ അന്നത്തെ ദിവസത്തിന് ഒരു പോയിന്റിലൊക്കെ എഴുതാം, എന്താ ശരിക്കും സംഭവിച്ചെന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എഴുതി വെക്കാം. പിന്നെ ബുക്ക് റിവ്യൂ എന്ന് പറയുമ്പം ഇതില് നമുക്ക് ഒരു ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കണം എന്ന് അത്രയ്ക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, ഹാബിറ്റ് ട്രാക്കർ. അപ്പൊ 2024 ആവാൻ പോവാണ്. അപ്പൊ നമ്മള് ഈ ഒരു ടൈമിന് കുറെ റെസൊല്യൂഷൻസ് എടുക്കും,
കുറെ നല്ല ശീലങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമുക്കത് മടുക്കും അല്ലെ. ആ ഒരു ടൈമിന് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ ഹാബിറ്റ് ട്രാക്കർ. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പം അത് റീഡിങ് ആവാം, പിന്നെ എക്സസൈസ് ആവാം, എന്തോ ആവാം. അത് സെറ്റ് ചെയ്യുക. അത് എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? ഇപ്പൊ വായിക്കുവാണെങ്കിൽ ഞാൻ എന്തിനാണ് വായിക്കുന്നത്? നമ്മുടെ ചുമ്മാ ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. പകരം അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നണം. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത് എഴുതി വെക്കാം. പിന്നെ ഇതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, റൈറ്റ്? നമ്മൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങാൻ പോവാണ്. അത് പെട്ടെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യം ആയിരിക്കില്ല. അപ്പൊ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന കുറച്ച് വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം റീഡിംഗ് ആണ്. റീഡിംഗ് ആണെങ്കിൽ നമുക്ക് ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഞാനൊരു 3 pages വായിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോഡ്കാസ്റ്റ് ത്രൂ ആയിരിക്കും ഞാൻ വായിക്കുന്നുണ്ട്. പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഓഡിയോ ബുക്ക് കേട്ടിട്ടായിരിക്കും ഞാൻ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ വായിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ ഈസി ആക്കാം കേട്ടോ. അപ്പം എക്സസൈസ് ഒക്കെ ആണെങ്കിൽ ഞാന് രാവിലെ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്ര വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ചായ കുടിക്കുള്ളൂ. ലൈക് ഫുഡൊക്കെ നമുക്ക് എപ്പോഴും ഒരു റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഫുഡ് അല്ല റീഎൻഫോഴ്സ്മെന്റ് എന്നുണ്ടെങ്കിൽ വേറെ എന്താണോ റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് വരുന്നത് അത് എടുക്കുക. റീഎൻഫോഴ്സ്മെന്റ് ഇൻ ദ സെൻസ് റിവാർഡ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പക്ഷെ നമ്മൾ ചീറ്റ് ചെയ്യരുത് കേട്ടോ. മിക്കപ്പോഴും നടക്കുക വെച്ച് കഴിഞ്ഞാൽ, എന്നോട് മാത്രമല്ല ആരും അറിയില്ലല്ലോ, സോ കുഴപ്പമില്ല എന്നുള്ള ഒരു മോഡായിരിക്കും നമ്മൾ മിക്കപ്പോഴും ഉണ്ടാവുക. ബിക്കോസ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് ആയിട്ട് കുറച്ച് ദിവസം കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതൊരു ഹരം തരും, അല്ലെങ്കിൽ അതായിരിക്കും നമ്മളെ പിന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ റിവാർഡ്. ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മൾ തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക. ഒരാഴ്ച കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൂടെ ഇരുന്ന് ഒരു മൈൻഡ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സിനിമയൊക്കെ വെച്ച് ഒരു ചായ കുടിക്കുക, എന്തെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ടൊരു ടീയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യോ, ഫുഡ് വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവോ, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കൊടുക്കുക. പിന്നെ 2ാമത്തെ ആഴ്ച കൊടുക്കുക, 3ാമത്തെ ആഴ്ചയും കൊടുക്കുക, 4ാമത്തെ ആഴ്ച ഇച്ചിരി വലുത് കൊടുക്കുക. ഒരു മാസം കൃത്യമായിട്ടൊരു ഹാബിറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും കൊടുത്തൊരു കാര്യമില്ല, വലിയൊരു ഗിഫ്റ്റ് കൊടുക്കണം. ബിക്കോസ് പലർക്കും അത് ഭയങ്കര പാടാണ്. സോ ഒരാഴ്ച ഫസ്റ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, ആ ഒരു പ്രോസസ്സിൽ പോവാം. ഓക്കെ. പിന്നെ ഇവിടെ ഹാബിറ്റ് എഴുതാനും അത് മാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. ഇൻകമും എക്സ്പെൻസും ഒക്കെ ട്രാക്ക് ചെയ്യാം. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പേജ് ആണ്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് പ്രയോറിറ്റീസ്. ഞാൻ പറഞ്ഞ പോലെ ഏർജന്റും ഇമ്പോർട്ടന്റും ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ 3 കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. സോ അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തോന്നും, ഓക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്തു. അപ്പൊ നമുക്ക് നല്ല സമാധാനത്തിൽ ഉറങ്ങാൻ വേണ്ടി പറ്റും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ ഉറങ്ങുന്നതിന്. പിന്നെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ആ ഡേ റേറ്റ് ചെയ്യാം. 5ൽ ഞാൻ എത്ര മാർക്ക് കൊടുക്കും എന്റെ ഒരു ദിവസത്തിന്. അടിപൊളി ദിവസമായിരുന്നോ, അല്ലെങ്കിൽ കുഴപ്പമില്ല തട്ടിമുട്ടിയും പോയി എന്നുള്ള ദിവസമാണോ, അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സൂപ്പറായിട്ട് ചെയ്തോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് റേറ്റ് ചെയ്യും. പിന്നെ ബുക്ക്, നമ്മൾ അന്ന് വായിച്ച ബുക്കും അതുപോലെ തന്നെ പേജ് നമ്പർ, പിന്നെ നമ്മൾ എത്ര വെള്ളം കുടിച്ചു, എത്ര ടൈം ഫോൺ നോക്കി, എത്ര ടൈം നമ്മൾ ഉറങ്ങി. അതുപോലെ മൂഡ് ട്രാക്കർ ഉണ്ട്, അത് നമ്മുടെ മൂഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പീരിയഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സ്വിങ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടി പറ്റും. അപ്പം ഓരോ ഇതിലും നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഇതില് ലാസ്റ്റ് ഒരു വട്ടം കാണുന്നുണ്ടല്ലോ, ഈ ഒരു മൂഡൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമോജി വെച്ചിട്ട് നമ്മുടെ അപ്പോഴത്തെ മൂഡ് മാർക്ക് ചെയ്യാം. പിന്നെ എക്സസൈസ് എന്താണ് ചെയ്തത്, എത്ര സമയം ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, ഇതൊക്കെ കലോറീസ് ട്രാക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മൾ നാളെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നാളെ നമ്മൾ തലേന്ന് നമ്മൾ നാളെ എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് പ്രിപ്പയർ ചെയ്തിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്ലാനിങ് ഒക്കെ കുറച്ചുകൂടി ഈസി ആവും, റൈറ്റ്? പിന്നെ ഗുഡ് ഡീഡ്, നമ്മൾ അന്ന് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി നല്ല കാര്യം, ആ കാര്യം എഴുതി കഴിയുമ്പോഴത്തേനും നമുക്ക് തോന്നണം ഞാൻ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഒന്നും എഴുതാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നാം ഈ ഞാനെന്ത് വൃത്തിയായിട്ട മനുഷ്യനാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. സോ അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റ് ആയിട്ടും എന്നും എഴുതേണ്ട സാധനമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്
ലൈഫിനെ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എന്നും നമുക്ക് കിട്ടിയുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ എഴുതുക. സോ അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ചേഞ്ച് ആവുന്ന കാണാം, നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ തോന്നും. പിന്നെ ലാസ്റ്റിലേക്ക് നമുക്ക് കുറെ ജേർണലിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഇപ്പൊ ജേർണലിംഗിൽ ചെയ്യാം. അപ്പൊ ജേർണലിംഗ് എഴുതുമ്പോ ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിട്ട് എഴുതാം. സോ ഇതിന്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വരുമ്പം നമുക്ക് കുറെ കൂടെ നമ്മളുമായിട്ട് കണക്ട് ആവും. നമ്മള് ഇപ്പൊ ഡിജിറ്റൽ ലൈഫ് ആണല്ലോ എല്ലാം. അപ്പൊ ഡിജിറ്റലിന് ഇച്ചിരി മാറിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് സ്പേസ് ആക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഈ ടൈമില് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് അങ്ങനെ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ബ്രിങ്കന സെഷൻ എടുത്തത്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ബ്രിങ്കന ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആരും ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കാണാനില്ല. ഓക്കെ, നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഷെറിൻ മാമിനൊന്ന് ഷെറിൻ മാം എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മാം എന്തോ ചെറിയ ബിസിലാന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മാം, ബ്രിങ്കന മാം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഏതൊരാൾക്കും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയിട്ടായിരുന്നു മാമിന്റെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അത്രയും യൂസ്ഫുൾ ആയിരുന്നു സെഷൻ എന്ന് പറയുന്നത്. ഒരുപോലെ ഇവൻ ഞങ്ങൾക്ക് പോലും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി. കുഞ്ഞു കുഞ്ഞു മുതൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വരെ കിട്ടി എന്നുള്ളതാണ്. ഷെറിൻ മാം വന്നിട്ടുണ്ട്. മാം ബ്രിങ്കനക്കുട്ടി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു കേട്ടോ. ഞാനിവിടെ ട്രെയിനർ ആയിട്ട് ഇരിക്കാനുള്ള ഒരു റീസൺ ഒരു പക്ഷെ ബ്രിങ്കന കൂടി ആയിരിക്കാം. മേ ബി ആദ്യമായിട്ട് ഞാൻ ടീം ഏഡിയൻ ടോക്സ് എന്നാണ് ട്രെയിനർ ആയിട്ടുള്ളത്. അപ്പോൾ ടീമിന്റെ പ്രോഗ്രാം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എല്ലാ സൺഡേസിലും കൊടുക്കുന്ന ഒരു ഫ്രീ സെഷൻ ഉണ്ട്, ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഗൈഡഡ് ടോക്കില് ബ്രിങ്കനയുടെ ഈ മൈ ജേണി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ ലോഞ്ചിങ് നടത്തുന്നുണ്ട് ഗൈഡ്. ആ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇതുപോലുള്ള ഒരു പുസ്തകമൊക്കെ ഇറക്കാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അന്ന് ബ്രിങ്കനയായിരുന്നു. ആ ഒരു സമയം തന്നെ ഞാൻ അവിടെ ആ ഒരു സെഷന് ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു യൂട്യൂബർ ആണ്, ആദ്യമായിട്ടാണ്, പരിചയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ യൂട്യൂബർ ആണ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അന്ന് അവിടെ പറഞ്ഞു. പുസ്തകമൊക്കെ വാങ്ങി. പക്ഷെ അന്നും ഞാൻ ട്രെയിനർ ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. ടീമിലുള്ള ഒരു പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ പിറ്റത്തെ മാസമാണ് ഞാൻ യഥാർത്ഥത്തില് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതിനുള്ളിൽ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൈ ജേണൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മൈ ജേണലില് വിഷൻ ബോർഡിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് വരച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ അതില് ഏഡിയന്റെ ഗ്രൂപ്പിൽ ഒരു അംഗമാവണം എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ GC പോലും, മീൻസ് ഫസ്റ്റ് ലെവലിലുള്ള GC പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 90 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകം സെറ്റാക്കുക. ആ 90 ദിവസം കൊണ്ട് ഞാനൊരു ട്രെയിനർ, അതിന്റെ GCയും കഴിഞ്ഞു, GCTPയും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോ എനിക്ക് വളരെ ഇഷ്ടമാണ് ജേണൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ജീവനാണ്. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടിയോട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഞാൻ കുട്ടികളോടൊക്കെ പറയും എഴുതണം നിങ്ങൾ എന്നുള്ള രീതിയിൽ പറയും. അപ്പോ
യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആരോടെയും സംസാരിക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു പക്ഷെ ഞാൻ സങ്കടപ്പെട്ടിട്ട് പറയുന്ന സമയത്താണെങ്കിലും എതിരെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ പറയുന്നതിന്റെ ആ ഒരു ഫീലിംഗ് അതിന്റെ ആഴം മനസ്സിലാക്കണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഉമ്മമാരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇതൊക്കെ ഇപ്പൊ എന്താ ജീവിതമല്ലേ, ഇതൊക്കെ ഉണ്ടാവും, നമ്മളും കടന്നു വന്നത് ഇതിലൂടെയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ ഫീലിങ്സ് കറക്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജേർണൽ റൈറ്റിംഗ് ആണ്. ഒരു പേനയും ബുക്കും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മളോട് എന്നുള്ള രീതിയിൽ അതേ ഫീലിംഗിൽ അവിടെ എഴുതി കഴിഞ്ഞാല് അടിപൊളിയാണ്. അപ്പോ അത്രത്തോളം ഞാൻ അഡ്മയർ ചെയ്യുന്ന, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കുട്ടിയാണ്. ഇത്രയും ചെറിയ പ്രായത്തില് ഇത്രത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എത്രത്തോളം ഈ ഒരു പുസ്തകമൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഭാഗ്യ അല്ലെ. അപ്പോ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജേർണൽ പുസ്തകം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബൃങ്കനെ കണക്ട് ചെയ്യാട്ടോ. ആള് അയച്ചു തരും, പോസ്റ്റിൽ വഴി അയച്ചു തരും. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷഫ പറയൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ബൃങ്കന, ഇവിടെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഈ ഒരു സമയം മാറ്റി വെച്ച് വന്നതില്. ആൾക്ക് ഇപ്പൊ 9:30 പുതിയ ബാച്ച് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ആളുടെ പുതിയ പ്രോഗ്രാം തുടങ്ങാണ്. അപ്പൊ ആ ഒരു സമയത്ത് പോലും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആയി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ബൃങ്കന. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷെറിൻ Thank you മാം. so much. അപ്പൊ ഈ ഒരു സെഷനിൽ പങ്കെടുത്തവർക്ക് ഒരു വേറൊരു അടിപൊളി ഗുഡ് ന്യൂസ് കൂടിയിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ ബൃങ്കന മാമിന്റെ നമ്പറും നെയിമും ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. നിങ്ങൾക്ക് ജേർണൽ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഹെർ സ്റ്റോറീസിൽ പങ്കെടുത്തവർക്ക് നിങ്ങളുടെ നെയിമും ഹെർ സ്റ്റോറീസിൽ പങ്കെടുത്തതാന്നുള്ളത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു ഓഫറും കൂടിയിട്ടുണ്ട് ജേർണൽ ബുക്കിന്. അപ്പം അത് എല്ലാവരും എന്ത് ചെയ്യാ, യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. മാമിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂട്ടിലൈസ് ചെയ്യാം. ഒരു ന്യൂ ജേർണി തന്നെ എന്ത് ചെയ്യാം, 2024 ആണ് വരാൻ പോകുന്നത് അല്ലെ. ഒരു ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്ന, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള, ഒരുപാട് ചേഞ്ചസ് ആയിക്കോട്ടെ, ഒരുപാട് ന്യൂ ബ്ലെസ്സിങ്സ് പറയാനുള്ള ജേർണലിംഗിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജേർണൽ ബുക്ക് മേടിക്കാം. ഒരു ന്യൂ എന്താ പറയാ, ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ലൈഫ്, നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റട്ടെ, അതിൽ ആഡ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാമിന്റെ നമ്പറിൽ കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ബൃങ്കന മാം ഫ്രം ഹാർട്ട്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് മാം. പിന്നെ നമ്മൾ ഇന്നലെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഡേ 1ന്റെ ടാസ്ക് എത്ര പേര് ചെയ്തു, എന്താണ് വാട്ട് യു ഫീൽ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നവര് ഇടാം. ഡേ 1ല് നമ്മള് ടാസ്ക് തന്നത് ചെയ്തിരുന്നോ ആരെങ്കിലും? നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 11 കാര്യങ്ങൾ അല്ലെ, അത് എഴുതിയിട്ട് നിങ്ങൾ സെൽഫിനോട് മിററിൽ നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ചെയ്തു എന്നറിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തരുന്ന ഓരോ ടാസ്കുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഡേ 2ലുള്ള ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ 11 സ്ട്രെങ്ത് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യാ, നിങ്ങൾ എഴുതുക. ആൻഡ് ആ ഒരു 11 ബ്ലെസ്സിങ്സിനോട് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം. ഓക്കെ, 11 ബ്ലെസ്സിങ്സ് എഴുതാം. 11 സ്ട്രെങ്ത് എന്താണോ നിങ്ങൾക്കുള്ളിലുള്ള ഒരു 11 സ്ട്രെങ്ത്, 11 ബ്ലെസ്സിങ്സ് അത് നിങ്ങൾ എഴുതാം. എന്നിട്ട് അതിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഹോപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ക്ലാസ് തന്ന ബൃങ്കന മാമിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ 9 o'clock നമുക്ക് കാണാം. നമ്പർ ഒന്നും കൂടി വിടാവോ? നമ്പർ ബൃങ്കന മാം തന്നെ ഉറച്ചു നിക്കണ്.
ഇന്നലെയും 11 കാര്യം പറഞ്ഞു, ഇന്നും 11 കാര്യം. എന്താ ഈ 11 തന്നെ? 11 എന്തോ ഒരു ലക്ഷണം നമ്പർ, ഭാഗ്യ നമ്പറാണ്. ആ അതിലൊരു ഭാഗ്യമുണ്ട് റംല ടീച്ചറെ. ഒരു കുഞ്ഞു വലിയ ഭാഗ്യം അതിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. തമാശക്ക് ചോദിച്ചാട്ടോ. നമ്മൾ ഷെറി മാം കാണാനില്ല. ഷെറിനെ പോയോ? പോയിട്ടില്ല, ഇപ്പം വരും. അല്ല, ഇന്നലെയും 11, ഇന്നും 11, ദിവസം 11. ഇനി നമുക്ക് 6 ദിവസം, അല്ലെ ഇനി 5 ദിവസം 11 ഉണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, പ്രതീക്ഷിച്ചോളുന്നു. നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, പറയുന്നില്ല, ചെയ്യണൊക്കെ ഉണ്ട്. ഓ അത് മതി, നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളെല്ലാ ഓരോരുത്തരുടെയും സെൽഫിന് വേണ്ടിയിട്ടാണ് ടാസ്കുകൾ കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ടാസ്ക് എന്ത് ചെയ്യാ, എല്ലാരും ചെയ്യാ. ഓക്കെ, എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് സ്ലീപ്പ്, നല്ല ശാന്തമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം നേരാണ്. നാളെ കാണാം. ഓക്കെ, ഗുഡ് ഇൻഷാ നൈറ്റ്, അല്ലാ. ടേക്ക് കെയർ. ഇൻഷാ അല്ലാ.